നിങ്ങളുടെ രക്തത്തിലുള്ള ഒറിജിനൽ കിട്ടും. അതേ സ്ഥാനത്ത് നിങ്ങൾ നല്ല സുന്ദരമായിട്ട് ചായയും കടിയും എന്തെങ്കിലുമൊക്കെ വയറ് നിറച്ച് തിന്നിട്ട് പോയിട്ട് നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവിടുന്ന് കഴിച്ചിട്ട് പോയിട്ട് ഡോക്ടറെ അടുത്ത് പോയിട്ട് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 200 ഉണ്ടാവും. 200 ഉണ്ടെങ്കിൽ പടച്ചോനെ എനിക്ക് 200 ഷുഗർ വെച്ചാൽ ഡോക്ടറെ എഴുതി തരുന്ന മരുന്ന് കുടിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് നിങ്ങൾ കഴിച്ച ഭക്ഷണത്തിൽ നിന്നുള്ള ഷുഗറാണ്. അത് 2, 3, 4 മണിക്കൂർ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കുറയും. കുറഞ്ഞിട്ട് നിങ്ങളുടെ നോർമൽ പൊസിഷനിലേക്ക് വരും. അതാ കഴിച്ച ഭക്ഷണത്തിന്റെ എഫക്റ്റാണ്. അപ്പൊ ഇങ്ങനെ ഈ ഷുഗറിൽ ഈ ഒരു ഘട്ടങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഭക്ഷണം കഴിച്ച് നമ്മൾ നോക്കിയാൽ ഒരിക്കലും കറക്റ്റ് കിട്ടൂല. എങ്ങനെയായാലും 40-50 മില്ലിയുടെ വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ അപ്പൊ ഈ ഷുഗർ നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷുഗർ ശരീരത്തിന് ആവശ്യമാണ്. പരിധിയിൽ കൂടുന്നതാണ് അപകടം. ഇത്രയും നമ്മൾ മനസ്സിലാക്കി വെക്കണം. പരിധിയിൽ കീഴ്പോട്ട് വരുന്നതും അതുപോലെ അപകടമാണ് എന്ന് മനസ്സിലാക്കി വെക്കണം. പിന്നെ പ്രഷറിലേക്ക് കയറിയാലും ഇതേ അവസ്ഥയുണ്ട്. പ്രഷറിലേക്ക് കയറിയാൽ പ്രഷർ സാധാരണഗതിയിൽ നിങ്ങൾ കുറെ നടന്ന് ഓടി കരച്ചൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ശരീരത്തിൽ അനക്കം വരുമ്പോൾ പ്രഷർ കൂടും. അപ്പൊ സാധാരണ ഡയസ്റ്റോളിക് സിസ്റ്റോളിക് എന്ന് പറയുന്ന പിന്നെ പരിധി 80ഉം 120ഉമാണ്. കുറഞ്ഞ പ്രഷർ 80 മെർക്കുറി, അതുപോലെ കൂടിയത് 120. ഈ 80-120ന്റെ പരിധിയിൽ പലപ്പോഴും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂടാം. നിങ്ങൾ കുറച്ച് ഓടിക്കച്ചൊക്കെ വരികയാണെങ്കിൽ 120 ഉള്ളത് 130 ആവാം, 135 ആവാം, 140 ആവാം. പക്ഷെ അത് നിങ്ങളൊരു കുറച്ചൊരു പിന്നെ ഫ്രീ ആയിട്ട് കാറ്റൊക്കെ കൊള്ളുന്ന ഒരു സ്ഥലത്തേക്ക് ഇരുന്ന് കുറച്ചൊന്ന് ശാന്തനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അതിന് കുറയുകയും ചെയ്യും. അപ്പൊ അങ്ങനെ നിങ്ങൾ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ഒരു സമയത്ത് എടുത്തു നോക്കിയിട്ട് അതിന് മരുന്ന് പിടിക്കാൻ നിൽക്കരുത്. പിന്നെ അതുപോലെ തന്നെ പ്രഷർ കൂട്ടുന്ന കുറെ സാധനങ്ങളുണ്ട്. പ്രഷർ കൂട്ടുന്ന സാധനങ്ങളിൽ പെട്ടതാണ് ചായ, കാപ്പി, പുകവലി ഉണ്ടെങ്കിൽ പുകവലി, അതുപോലെ കോല. കൊക്കക്കോലൊക്കെ കുടിച്ചാൽ പ്രഷർ കൂടും. കൊക്കക്കോലൊക്കെ പിന്നെ പ്രഷർ രോഗികളൊന്നും കുടിക്കരുത്. ആർക്കാരും ഇതിൽ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ കുടിച്ചു പോകുന്നതൊക്കെ ഇത് പ്രഷറായിട്ട് വന്നവരാ. നമുക്ക് പ്രമേയമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് കുടിക്കാന്ന് വിചാരിക്കുക. പ്രമേഹം മധുരത്തിനാണ്. പക്ഷെ കൊക്കക്കോലൊക്കെ കുടിച്ചു കഴിഞ്ഞെങ്കിൽ കഫയിനാണ്. കഫയിൻ പ്രഷർ കൂട്ടുന്ന സാധനമാണ്. ആ കോലയിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കോലയെ കുറിച്ച് തന്നെ മലയാളം ന്യൂസിൽ പിന്നെ ഒരു 3/4 പേജ് ലേഖനം എഴുതിയിരുന്ന ഒരു സമയത്ത് കോലയുടെ ദോഷവശങ്ങൾ മാത്രം, ദോഷമല്ലാതെ നന്മ ഒന്നും ശരീരത്തിന് ചെയ്യാനില്ലത്. അതുപോലെ പൂങ്കാമത്തിലൊരിക്കൽ ഞാൻ അതിനെക്കുറിച്ച് ചെയ്യുന്നു. എല്ലും പല്ലും നശിപ്പിക്കുന്ന കോല എന്ന് പറഞ്ഞിട്ട് പൂങ്കാമത്തിൽ ലേഖനം എഴുതിയിരുന്നൊരിക്കൽ എല്ല് തിറവിക്കും, പല്ല് തിറവിപ്പിക്കും. കുട്ടികളൊക്കെ അത് കുടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പല്ലൊക്കെ പൊടിയായിട്ട് പോരോടും. കാരണം കാൽസ്യം നശിപ്പിക്കുന്ന സാധനമാണ്. കുട്ടിപ്രായത്തിലാണ് ഏറ്റവും കൂടുതൽ ശരീരത്തിലേക്ക് കാൽസ്യം ആവശ്യമുള്ള സമയം. കാൽസ്യം, സിങ്കൊക്കെയാണ് കുട്ടികളുടെ വളർച്ചയിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത്. ആ കുട്ടികൾക്കൊക്കെ ഈ സാധനം അങ്ങനെ സെല്ലാജിൽ വെച്ചിട്ട് പല കുറ്റി വാങ്ങിയിരിക്കുന്ന ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതിങ്ങനെ ആവശ്യം നേരത്തെ ഇങ്ങനെ ഒഴിച്ചിട്ട് ഇന്ന മോനെ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവറ്റൻ്റെ ശരീരത്തിലെ കാൽസ്യം നശിക്കും, ഇരുമ്പും നശിക്കും. അതോടുകൂടി ആ കുട്ടികളുടെ വളർച്ച മുരടിക്കും. ആ കുട്ടികളുടെ പല്ലിനൊക്കെ അസുഖങ്ങൾ വരും. ഇപ്പൊ ഞാനൊക്കെ അൽഹംദുലില്ലാ പടച്ചോന്റെ അനുഗ്രഹം കൊണ്ട് 41 വയസ്സ് വരെ പല്ലുവേദന എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. 41 വയസ്സ് വരെ. അതിനുശേഷം പല്ലുവേദന ഉണ്ടായി, പല്ലുവേദനൊക്കെ പൊട്ടിയൊക്കെ ശരിയൊക്കെ. പക്ഷെ 41 വയസ്സ് വരെ പടച്ചവന്റെ അനുഗ്രഹം കൊണ്ട് പല്ലുവേദന എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. എല്ലാ ആളുകൾ പറയുന്നത് കേട്ടിട്ടുള്ളായിരുന്നു. കാരണം അത്രയും കപ്പാസിറ്റി നമ്മളെ പല്ലിന് പടച്ചവൻ തന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് 10 വയസ്സ് 12 വയസ്സായ കുട്ടികൾക്ക് പല്ലുവേദനയും പല്ലിന് പൊത്തും പല്ല് പൊടിച്ചിലും പല്ല് മാറ്റലും പരിക്കലും ഒക്കെയാണ്. കാരണം ഈ വക കൃത്രിമ വസ്തുക്കൾ തിന്നിട്ട് കുടിച്ചിട്ടുള്ളത് കാൽസ്യത്തെയൊക്കെ നശിപ്പിക്കും. കാൽസ്യം തന്നെ നമ്മളെ പല്ല് എന്ന് പറഞ്ഞ സാധനം കാൽസ്യം കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. കാൽസ്യത്തിന്റെ പിന്നെ എനാമലിങ്ങാണ്, അതിന്റെ പവറും അതാണ്. ശരീരത്തിൽ നിന്ന് കാൽസ്യം നഷ്ടപ്പെട്ടു പോയാൽ പല്ലിനൊക്കെ ബലം കുറയും, എല്ലിന് ബലം കുറയും, എല്ല് പൊട്ടും, പൊടിയും, കെണുപ്പില്, ജോയിന്റില് തേമാനം. ഇന്നിപ്പോ വലിയ അസുഖം അതാണ്. അവിടെ വേദന, ഇവിടെ വേദന. നമ്മൾ ഡോക്ടർ ചെയ്യുന്നുണ്ടെങ്കിൽ എക്സ്റേ എടുത്താൽ ഒറ്റ വാക്കേ ഉള്ളൂ, അതവിടെ തേമാനം. ഒറ്റ വാക്ക എല്ലാവർക്കും. എവിടെ ആർക്കും പിന്നെ ജോയിന്റിൽ വേദന ഉണ്ടോ? അത് തേമാനം. ഈ തേമാനം സംഭവിക്കുന്നത് എങ്ങനെയാണ്? അസ്ഥിയുടെ ബലക്ഷയം, തമ്മിൽ വരത തേഞ്ഞു പോവുക. ഇത് വരുന്നത് കാൽസ്യ കമ്മിയാണ്. ഈ കൃത്രിമ വസ്തുക്കളൊക്കെ കാൽസ്യം നശിപ്പിക്കുകയാണ് ശരീരത്തിൽ. അതുപോലെ ഇരുമ്പ്. ഇന്നത്തെ ഭക്ഷണ രീതി എന്താണ്? ഫാസ്റ്റ് ഫുഡിന്റെ യുഗമാണ്. ഫാസ്റ്റ് ഫുഡ് പറഞ്ഞ സിസ്റ്റം എന്താണ്? പിന്നെ ബ്രോസ്റ്റ്, ഹംബർഗർ. അതിലൊക്കെ ഹംബർഗറിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ കെമിക്കൽ ചേർത്ത് വരുന്ന സാധനം.
അതൊക്കെ പിന്നെ വിശദമായിട്ട് പറയേണ്ട കാര്യങ്ങളാണ്. ഏറ്റവും കൂടുതൽ കെമിക്കൽ കൊണ്ട് ഉപയോഗിച്ചുണ്ടാക്കുന്ന സാധനമാണ് ഈ ഹംബർഗർ. ഞാൻ ഇന്നലെ ഇപ്പം ഈ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇരുന്നുകൊണ്ടൊരു കാര്യം പറയാണ്. ഇന്നലെ രാത്രി ഞാൻ ഷെറഫിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. അപ്പം എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ നിർബന്ധപ്രകാരം പിന്നെ ഒരു ഹോട്ടലിൽ കയറി. നല്ല ഭക്ഷണം, ഈ വലിപ്പമുള്ള ആഗോലി പൊരിച്ചത്, നല്ല പത്തിരിയും നാടൻ ലെവലിൽ ഭക്ഷണം കഴിച്ചു. അപ്പം മീൻ ഓർഡർ കൊടുക്കുകയാണ്, 2 ഫ്രൈ എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് ഓർഡർ കൊടുത്തിട്ട് പക്ഷെ അവരുണ്ടാക്കുകയാണ്. അപ്പം ഉണ്ടാക്കുകയാണെന്ന് കണ്ടപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നമ്മൾ ഓർഡർ കൊടുത്തിട്ട് അവർ പൊരിച്ചു തരികയാണെന്ന് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു ഒറ്റ കാര്യം, മസാലയൊക്കെ ചെറുത കളർ ചേർക്കരുത് കേട്ടോ. അപ്പോൾ അവൻ പറഞ്ഞു, അത് മസാലയിലുള്ള മസാല ഉണ്ടാവും, വേറെ കളറൊന്നും ഉണ്ടാവില്ല. ഓക്കെ. അങ്ങനെ സാധനം വന്ന് നോക്കുമ്പോൾ നമ്മൾ സാധാരണ കാണുന്ന തന്നെ ആ ചുവന്ന പെയിന്റ്, ചുവന്ന വാർണിഷ് അടിച്ചിട്ടാ വന്നാണ്. ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല, കാരണം നമ്മൾ ആലോചിക്കപ്പെട്ടൊരു കാര്യമില്ലല്ലോ. ഈ ഹോട്ടലുകളിൽ ഫുള്ളായിട്ട് നിങ്ങൾ നോക്കി, അയക്കോറായാലും വെള്ള ആഗോരി ആയാലും വെള്ള ചുവന്ന കളറ് ചേർത്തിട്ടാണ് ഈ സാധനം പൊരിക്കുന്നത്. എന്തിനാണ് അതിൻ്റെ ആവശ്യം? മഞ്ഞപ്പൊടി മുളക് പൊടി ഇട്ടാൽ ഒരു സാമാന്യം കളറൊക്കെ ഉണ്ടാവില്ലേ, ഇത്തിരി ഉപ്പിട്ടാല്. അങ്ങനെയല്ലേ നമ്മളെ പൂർവികന്മാരൊക്കെ പിന്നെ മീൻ പൊരിച്ചും കോഴി പൊരിച്ചും ഒക്കെ തിന്നത്. എന്നിട്ട് ഈ കെമിക്കൽ രാസവസ്തു ഭയങ്കര അപകടകാരിയാണ്. ഞാൻ ഇതിൻ്റെ മുമ്പ് മലയാള ന്യൂസിലും അതുപോലെ തന്നെ മാധ്യമത്തിലൊക്കെ ഈ വിഷയം വെച്ച് മാത്രം ലേഖനം എഴുതിയിരുന്നു. ഈ വിഷയം വെച്ച് പറഞ്ഞാൽ അന്നപാനീയങ്ങളിലെ അപകടകാരികളായ രാസവസ്തുക്കൾ എന്ന് പറഞ്ഞിട്ട് മാധ്യമത്തിലും കൊടുത്തിരുന്ന ഒരു ലേഖനം. പിന്നെ വർഷങ്ങൾക്ക് ശേഷം മലയാള ന്യൂസിലും എഴുതിയിരുന്നു, വിഷം കഴിച്ച് വിഷപ്പടക്കുന്നവർ എന്ന് പറഞ്ഞിട്ടൊരു ലേഖനം. ഈ ഭക്ഷണ വസ്തുക്കളിൽ ചേർക്കുന്ന കളറുകളും കെമിക്കലുകളും മനുഷ്യന് വരുത്തുന്ന അപകടം, ക്യാൻസറിന് വരെ കാരണമാക്കുന്ന വസ്തുക്കളാ കൂടുതലുണ്ട്. എന്നാൽ ഇതിന് അന്താരാഷ്ട്ര അനുമതി ഉണ്ട്. ഇത് ഫുഡ് കളറാണെന്നാ പറയാ. ഈ ഫുഡ് കളർ എന്ന് പറയുന്ന അന്താരാഷ്ട്ര അനുമതിയുള്ള ഈ സാധനം തന്നെ അപകടകാരിയാണെന്ന് അന്താരാഷ്ട്ര സമിതികൾ പിന്നെ എഴുതി വെച്ച് പിന്നെ പഠനങ്ങൾ നടത്തിയിട്ട് സമർത്ഥിച്ച രേഖകൾ ഇട്ടിട്ടാണ് കൊടുത്തിരുന്നത്. ചെറിയ അളവിലൊന്നും ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് അപകടം ഉണ്ടാവില്ല, പക്ഷെ സ്ഥിരമായിട്ട് ഇതൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ വരെ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് ഈ കളറുകളും കെമിക്കലുകളും ഒക്കെ. അപ്പൊ വല്ലപ്പോഴും ഒരിക്കൽ പോയിട്ട് ഒരു അയക്കോറ പൊരിച്ച് തിന്നുകൊണ്ട് ഭക്ഷണം ഇറക്കിച്ചിട്ട് ഒന്നും സംഭവിച്ചൊന്നും വരില്ല. പക്ഷെ ഈ ഹോട്ടലുകളെ സ്ഥിരമായി ആശ്രയിക്കുന്ന മലയാളികളുണ്ട് ഇവിടെ. സ്ഥിരമായി ഈ ഹോട്ടലുകളെ ആശ്രയിച്ച് ഭക്ഷണം കഴിക്കുന്നത് ഈ കളറ് ദിവസം വലിച്ചു കയറ്റിട്ട് എൻ്റെ വയറ്റിലേക്ക് കയറ്റുകയാണ്, ശരീരത്തിലേക്ക്. നിങ്ങളൊക്കെ തന്നെ സ്വയം പ്രതിഷേധിച്ചിട്ട് ഈ ഹോട്ടലുകാരെ കൊണ്ട് ഇതൊക്കെ നിർത്തിക്കണം, ഈ അപകടം. അത് തേച്ച് എനിക്ക് വേണ്ടാന്ന് തീർത്ത് പറയാൻ നിങ്ങൾ തയ്യാറാവണം. അപ്പൊ അവരാ തേച്ച് കണ്ട് കൊടുക്കൽ നിർത്തും. ഈ ഹോട്ടലുകളിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുന്നവർ വളരെ സൂക്ഷിക്കണം, അവരോട് തീർത്ത് പറയണം ഇത്തരം കളറുകൾ ചേർത്ത് ഞങ്ങൾക്ക് വേണ്ടാന്ന്. ബിരിയാണിക്ക് ഉണ്ടാക്കുന്നെങ്കിൽ ഒരു നുള്ളു മഞ്ഞപ്പൊടി ഇട്ടാൽ മതി, മഞ്ഞ കളർ വരും, ഒരൊറ്റ നുള്ളു, അധികമൊന്നും വേണ്ട. അതിന് പകരം ജാഫ്രോൻ യെല്ലോ ആണ് പിന്നെ കലക്കുന്നത്. ഇതിൻ്റെയൊക്കെ കോഡ് നമ്പർ ഇട്ടിട്ട് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഈ കളറൊക്കെ അറിയപ്പെടുന്നത് അന്താരാഷ്ട്ര ലെവലിൽ അറിയപ്പെടുന്ന ഒരു കോഡ് നമ്പറിലാണ്. E21, E22, E303 എന്നൊക്കെ പറഞ്ഞുള്ള നമ്പറുകളിലാണ് ഈ അറിയപ്പെടുന്നത്. ഈ ഓരോ നമ്പറിന്റെയും അപകടങ്ങൾ നിങ്ങൾക്ക് നമ്പർ ഇട്ട് ഞാൻ തരാം. ഇതൊക്കെ അറിയപ്പെടുന്നത് ഫുഡ് കളർ എന്നുള്ള അലോട്ട്മെന്റ് വകുപ്പിലാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഈ കൃത്രിമങ്ങളൊക്കെ നമ്മൾ സൂക്ഷിക്കണം. ഇപ്പൊ കോരയെ കുറിച്ച് പറഞ്ഞു വന്നിട്ടാണ് ഞാൻ അങ്ങോട്ട് വന്നത്. അപ്പൊ ഇങ്ങനെ കോര കഴിക്കുന്നവരും സൂക്ഷിക്കുക പ്രഷറിന്റെ കാര്യത്തിൽ. പിന്നെ ഈ അവസ്ഥയിൽ സാധാരണ നമ്മൾ കോര കഴിക്കൽ ചായ കാപ്പി കോര ഈ 3 പിന്നെ കഫെയിനാണ് സാധാരണ പ്രഷർ കൂടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ സാധാരണ ഒരു 30, 40, 130, 140, 45 വരെയുള്ളവരൊക്കെ കുറച്ചൊന്ന് ചായയും കാപ്പിയും പുകവലിയൊക്കെ ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ തന്നെ അവർക്ക് അതിന് മരുന്നിൻ്റെ ആവശ്യമില്ല, കൺട്രോൾ ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഷുഗർ ഈ പറഞ്ഞതുപോലെ 100 ഉള്ളത് 130, 120, 130 വരെയൊന്നും അപകടകാരിയല്ല. ഒരു 40, 50 ഒക്കെ കടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അരി ഭക്ഷണം കുറയ്ക്കുക. അരി ഭക്ഷണത്തിൽ ഷുഗർ ഉണ്ട്. അതുപോലെ പിന്നെ കുബൂസ് ഒഴിവാക്കുക, മൈദന്റെ സാധനങ്ങളൊക്കെ ഒഴിവാക്കുക. മൈദ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചൊന്ന് പറയാനുള്ളത് മൈദ അരക്കാശിന് കൊള്ളാത്ത ഭക്ഷണമാണ്. മൈദ എന്ന് പറഞ്ഞാൽ അരക്കാശിന് കൊള്ളാത്ത ഭക്ഷണമാണ്, മനസ്സിലായില്ലേ? അത് ഞങ്ങളൊക്കെ മെഡിക്കൽ സയൻസ് പഠിക്കുന്ന കാലത്ത് അത് പശ ഉണ്ടാക്കാനേ കൊള്ളുന്ന എൻ്റെ ഒക്കെ ഗുരുനാഥൻ എനിക്ക് പറഞ്ഞിട്ടുണ്ട്. ക്ലാസ്സിൽ പശ ഉണ്ടാക്കാൻ മാത്രമേ സാധനം കൊള്ളൂ എന്നല്ലാതെ വേറെ ഒന്നിനെ പറ്റൂല. അതിലൊന്നും ഒരംശവും ഇല്ല ശരീരത്തിന് വേണ്ടത്. വയറ് നിറയും, ക്ലോസറ്റും നിറയും രാവിലെ ചെല്ലുമ്പോൾ. 2 സാധനം നിറഞ്ഞു കിട്ടും.
എന്നൊരു കവിഞ്ഞ് ഒരു ഗുണം അവസാനത്തിലില്ല. അത് നേരെ മറിച്ച് ഈ മൈദ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാന്ന് നിങ്ങൾക്കറിയോ? മൈദ ഉണ്ടാക്കുന്നത് ഗോതമ്പെന്നാണ്. ഗോതമ്പിന്റെ പിന്നെ തൊലിയും അതിന്റെ ആ മഞ്ഞ ഭാഗങ്ങളുണ്ടല്ലോ അതൊക്കെ കളഞ്ഞിട്ട് അതിന്റെ ആദ്യത്തെ ആ കുട്ടി എടുക്കണം. എന്നിട്ട് അത് എടുത്തിട്ട് അത് വെളുപ്പിക്കാൻ വേണ്ടി അതൊക്കെ ഞാൻ പിന്നെ വേണമെങ്കിൽ പിന്നീട് തരേണ്ടത് നിങ്ങൾക്ക് വിശദമായിട്ട്. അതായത് അതിൽ ചില കെമിക്കലുകളൊക്കെ ഉണ്ട്. ഈ കെമിക്കലുകളൊക്കെ ചേർത്തിട്ടാണ് ഈ മൈദ ഉണ്ടാക്കുന്നത്. ആ രാസവസ്തു നമ്മൾ തിന്നുകയാണ്. പണ്ട് കാലത്ത് ഇതിന് പേര് അമേരിക്കൻ മാവ് നമ്മുടെ നാട്ടിൽ ഇല്ലെന്ന് ഒരു സാധനം.